ജാൻ ജാൻ ഇപ്പൊ എന്തിനാ നീ ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നേ? അവിടെ നിന്നെ കിസ് ചെയ്യാൻ വന്നപ്പോ നീ ഒന്നും പറഞ്ഞില്ലല്ലോ. ആരെങ്കിലും കിസ് ചെയ്യുമ്പോ എങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്നാ നിനക്ക് എന്താ അറിയില്ലേ? നമ്മൾ എത്ര പ്രാവശ്യം കിസ് ചെയ്തു കാണും. നീ സംസാരിച്ചിട്ടുണ്ടോ? എനിക്കും അങ്ങനെ തന്നെ ഉണ്ടാവുക. എനിക്ക് നിന്നെ ഇഷ്ടമായതുകൊണ്ട് മാത്രം അപ്പൊ ഞാൻ മിണ്ടാതിരുന്നത്. നിന്റെ സ്ഥാനത്ത് വേറെ വല്ലവനായിരുന്നെങ്കിൽ അടിക്കുമായിരിക്കും. ചെരുപ്പൂരി തല്ലിയനെ. അതന്നെയല്ലേ ഞാനും പറഞ്ഞേ. എന്തിനാ ജാൻ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? അയ്യോ ജാൻ, എനിക്കുണ്ടാവുന്ന പ്രശ്നത്തിനൊക്കെ കാരണം ഞാൻ സത്യസന്ധമായിരിക്കുന്നോണ്ടാ. ഈ ലോകം എപ്പോഴാണ് നമ്മളെ മനസ്സിലാക്കാൻ പോകുന്നത് എനിക്കൊരു ഐഡിയ ഇല്ല. ബാക്കിയുള്ളവരെ മനസ്സിലാക്കുന്നതൊക്കെ അവിടെ ഇരിക്കട്ടെ, ആദ്യം നീ എന്നെ മനസ്സിലാക്ക്. ഞാൻ മനസ്സിലാക്കാന്ന്. നിന്നെ അവൾ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ടല്ലോ. നീ അവളുടെ പുറകെ തന്നെ പോ, എന്നെ വിട്ടേക്ക്. ഞാൻ എപ്പോഴാ വിട്ടിരിക്കുന്നത്? എന്നെയല്ല എല്ലാരും വിട്ടിട്ട് പോകാറുള്ളത്. പക്ഷെ വിട്ടിട്ട് പോയെന്ന് വെച്ച് വിഷമിക്കാനോ പിന്നെ അത് വിചാരിച്ച് ഫീൽ ചെയ്യുന്നവനോ ഒന്നുമല്ല ഞാൻ. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും ഞാൻ ആലോചിച്ചിരുന്ന് കരയും. ബട്ട് പക്ഷേ എവിടെയാണെങ്കിലും നന്നായിട്ട് ജീവിക്കണമെന്ന് ബ്ലസ് ചെയ്യും ഞാൻ. അപ്പോ ഞാൻ നിന്നെ വിട്ടിട്ട് പോയാലും നിനക്ക് ഒരു കുഴപ്പമില്ല. ശരി, ഗെറ്റ് ലോസ്റ്റ്. ഏയ്, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. എടാ, ഞാൻ പിണങ്ങിട്ട് പോന്ന കണ്ടിട്ട് നിനക്ക് എന്നെ സമാധാനിപ്പിക്കാൻ തോന്നിയില്ലല്ലോ. ഇത്രയും നേരം ഞാൻ അതല്ലേ ചെയ്തോണ്ടിരുന്നേ. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അതെ, ചെയ്തേ പറ്റൂ. ലൈഫ് ലോങ് എന്നെ കൺവിൻസ് ചെയ്തോണ്ടിരിക്കണം. ഓഹോ, ഞാൻ ചിലപ്പോ എന്റെ പാട്ടിന് പോയാലോ? പോയിരുന്നേ കുറച്ച് സമാധാനം കിട്ടിയാണ്. അറിയാതെ പറഞ്ഞു പോയതാ. ഹേ മാലിക്, ഇവിടെ നിന്റെ കാമുകി നിനക്ക് വേണ്ടി ഡിന്നർ റെഡിയാക്കി വെച്ചപ്പോ നീ ഇതെങ്ങോട്ടേക്കാ? നിസ്കരിക്കാൻ പോവാ. എപ്പോഴും 7:30 പോവാറ്. ഇപ്പൊ 8 ആയാലോ? ഇപ്പോഴാണോ പോകുന്നത്? എന്താണ് ഭായ്, പള്ളിയിലേക്ക് തന്നെയാണോ അതോ വല്ല മുസ്ലിം പെണ്ണിനെ വളയ്ക്കാൻ പോവാണോ? ഇന്ന് ബയാൻ, അതുകൊണ്ട് പ്രേയർ ഇന്ന് 8 o'clock തന്നെ സ്റ്റാർട്ട് ആവും. ബയാനോ എന്നുവെച്ചാ? നീ 5 വർഷമായിട്ട് എന്റെ കൂടെ ഇല്ല. എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കും. മുസ്ലിമായിട്ട് കൺവേർട്ട് ആവാൻ പോകുന്നു. എന്നിട്ട് ബയാൻ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയില്ല നിനക്ക്? ബയാൻ എന്ന് വെച്ചാൽ ഇസ്ലാം മതത്തില് ബോധന ചെയ്യും. ഇത് എല്ലായിടത്തൊന്നും നടക്കത്തില്ല. ഒരു ചിലയിടങ്ങളിൽ മാത്രം ഫിക്സ് ചെയ്യുന്നതാണ്. സംടൈംസ് തേഴ്സ്ഡേ നടക്കും, സംടൈംസ് സൺഡേ നടക്കും. ഇന്ന് ബയാൻ സംഭവിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ അനൗൺസ് ചെയ്യും. എല്ലാം ഓക്കെ, പക്ഷെ ചെറിയൊരു കറക്ഷൻ. പറയേ. ഞാനിതിനെ മുസ്ലിമായിട്ട് കൺവേർട്ട് ചെയ്യണം, നിനക്ക് എന്തുകൊണ്ട് ക്രിസ്ത്യൻ ആയിക്കൂടാ? പിണങ്ങല്ലേ, ഞാൻ ചുമ്മാ പറഞ്ഞ. നീ ആയിരിക്കും, ഞാനായിരിക്കാം. അപ്പോ നമുക്കൊരു കുഞ്ഞുണ്ടായ ആ കുഞ്ഞ് മുസ്ലിം ആയിരിക്കോ ക്രിസ്ത്യൻ ആയിരിക്കോ? രണ്ടും അല്ല. ആദ്യം നല്ല മനുഷ്യനായിട്ട് ജീവിക്കട്ടെ, പോരെ? See you. Love you. Love you too. Omelette ready? Thank you. അയ്യോ മാലിക് ഭായ്, അപ്പോഴേക്ക് ഇറങ്ങിയോ? ഞാൻ നിനക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി. കഴിച്ചിട്ട് പോ. എനിക്ക് ഈ ഭക്ഷണം വേണ്ട. എനിക്ക് ഈ ഭക്ഷണം അയ്യോ മാത്രം ഭായ്, രാത്രി കഴിച്ച തന്നെ ധാരാളം. ഇപ്പൊ ഫ്ലൈറ്റിന് സമയമായി, ഇറങ്ങാൻ നോക്ക്. മാലിക്, വാട്ട്സ് യുവർ ഡിപ്പാർച്ചർ ടൈം? Around 9 o'clock. അപ്പോ അറൈവൽ ടൈം? Should be 2. അവിടെ റീച്ച് ആയ ഉടനെ സമയത്തിന് ലഞ്ച് കഴിച്ചോളണം, കേട്ടല്ലോ? കഴിക്കാം, പക്ഷെ ഞാൻ ഇതുവരെ അവിടെ ചെന്നിട്ടില്ല. സോ ഫുഡ് എങ്ങനെ ഉണ്ടാവും എനിക്ക് അറിയത്തില്ല. അപ്പോ ഞാൻ ലഞ്ച് പ്രിപ്പയർ ചെയ്യട്ടെ? അതെയോ? ഓക്കെ, വാ. അതിന്റെ ഒന്നും ഒരു ആവശ്യമല്ല. നീ പോകുന്ന സ്ഥലത്തെ നല്ലൊരു റെസ്റ്റോറന്റിൽ കയറിയിട്ട് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കും. അല്ല, പിന്നെ വയറൊക്കെ ഫുള്ളാവും, പക്ഷെ ഹാർട്ട് ഫുള്ളാവില്ലല്ലോ. എന്ത്? ഒന്നുമില്ല, സമയായെന്ന് ഞാൻ പറഞ്ഞു. വരട്ടെ.
മാലിക് ഭായ് റീച്ച് ആയോ? എന്തുപറ്റി ജാൻ? അപ്പോഴേക്കും ലഞ്ച് റെഡിയായോ? വരട്ടെ ഞാൻ. റെഡിയാണ്. നീ വരണ്ട, നിനക്ക് വേണ്ടി ലഞ്ച് എടുത്തോണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാം. ആഹാ സൂപ്പർ. അപ്പൊ ഞാൻ വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് വാ. മാത്യു, ഞാനൊരു ഡ്രഗ് ഡീലറാ. എന്നെ തേടി പോലീസ് വരാനായിട്ട് ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ, പണം. ചോദിക്കുന്ന പണം ഞാൻ വലിച്ചു വരിയെറിയും. പക്ഷേ ഈ പവന്മാര് തന്നെ എന്നെ 4 വശത്തും തിരയുക. ഞാൻ അറിഞ്ഞിട്ട് ഒരു കാരണം മാത്രമേ ഉള്ളൂ, നീ എന്തോ വലുതായിട്ട് തെറ്റ് ചെയ്യുന്നുണ്ട്. നീ എന്താ ചെയ്യുന്നത്? എന്താന്ന് പറയടാ. നീ എന്തോ വലുതായിട്ടാ തെറ്റ് ചെയ്യുന്ന മാത്യു. വിടറാ. എന്റെ അടുത്തൊന്ന് ഡ്രഗ്സ് മേടിച്ചിട്ട് എന്താ ചെയ്യുന്നതെന്ന് പറ. എന്തോ വലിയ തെറ്റ്. പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കൊല്ലുന്ന സംഭവങ്ങൾ തടയാൻ കഴിയാത്തതും കുറ്റവാളികളെ പിടിക്കാൻ കഴിയാത്തതും കൊണ്ട് പോലീസിനു മേലെ പൊതുജനങ്ങൾക്കുള്ള വിശ്വാസം കുറഞ്ഞു വരികയാണ്. വിക്രം സെയിം പാറ്റേണിലാണ് കൊന്നിരിക്കുന്നത്. ഇപ്രാവശ്യവും ബ്ലഡ് മാർക്ക്, ഫിംഗർ പ്രിന്റ്, സെമൻ ട്രേസസ് ഒന്നുമില്ല. ബട്ട് പഴയ കേസിനും ഇതിനും ഒരു ഡിഫറൻസ് ഉണ്ട് വിക്രം. സെഡേറ്റീവ്സ് ഉപയോഗിച്ച് കുറച്ച് മണിക്കൂറിന് ശേഷം ഒരു ഡിഫറെന്റ് കോംബോ ഡ്രഗ് യൂസ് ചെയ്തിരിക്കുന്നു. എങ്ങനത്തെ ഡ്രഗാ കൊടുത്തിരിക്കുന്നത്? ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഉള്ളതുകൊണ്ട് ഇറ്റ് വിൽ ടേക്ക് സം ടൈം. വിത്തിൻ 2 days ഐ ഗിവ് യു ദ എക്സാക്ട് റിപ്പോർട്ട്. സർ, നമുക്ക് കിട്ടിയിരിക്കുന്ന 2 വിധം എവിഡൻസ്. ഒന്ന്, കില്ലർ കുട്ടികൾക്ക് കൊടുത്ത ഡ്രഗ്, അതിന്റെ കോമ്പസിഷൻ കോംപ്ലിക്കേറ്റഡാ. ഇത് കൂടുതലും ഗോവയിലാണ് കണ്ടുവരുന്നത്. ഇവിടെ ലോക്കലായിട്ട് ആരാ സപ്ലൈ ചെയ്യുന്നതെന്ന് ഞങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. രണ്ടാമത്തത്, കില്ലറിന്റെ ബൈറ്റ് മാർക്സ്. 12 വർഷങ്ങൾക്ക് മുമ്പ് കുണ്ണൂരില് ഇതേപോലെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി റേപ്പ് ചെയ്ത് കൊന്നിട്ടുണ്ട്. റിപ്പോർട്ട്സിന്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടികളുടെ ദേഹത്ത് ബൈറ്റ് മാർക്സ് ഉണ്ടായിരുന്നു. ആ 2 കേസുകളുടെയും ഡീറ്റെയിൽസ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല സർ, ഇന്ത്യ മുഴുവനുള്ള ഗവൺമെന്റും പ്രൈവറ്റ് ഡെന്റൽ ഹോസ്പിറ്റൽസിന്റെ ഡെന്റൽ റെക്കോർഡ്സ് കളക്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ടീത്ത് മാർക്സും ആ റെക്കോർഡ്സും മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കാൻ ഞങ്ങൾ ട്രൈ ചെയ്യാണ് സർ. സർ 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 ACP സാർ അകത്തുണ്ടോ? ഇല്ല. എന്തുപറ്റി? സാർ, എന്റെ മോളുടെ കേസ്. അതെ, അതിനെക്കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ കോൾ ചെയ്യാന്ന് പറഞ്ഞല്ലേ. എന്തിനു വെറുതെ മഴയത്ത് ഇങ്ങോട്ട് വന്നേ? പോ നോക്ക്. സാറേ, ഞാനൊന്നും ചെയ്തില്ല.